നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റാക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിൽ കലാപം നടക്കുമെന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കണ്ട് ഭയന്നാണ് സുധാകരനെ നീക്കുന്ന തീരുമാനത്തിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നോക്കം പോയതെന്നാണ് സൂചന. കേരളത്തിലെ കോൺഗ്രസിൽ എല്ലാ നേതാക്കളും ഒരുമിച്ച് ആന്റോ ആന്റണിയുടെ വരവിനെ എതിർക്കുകയാണ്. ശശി തരൂർ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ളവർ ആന്റോ ആന്റണിയെ പ്രസിഡന്റാക്കാനുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഈ ബലത്തിലാണ് കെ സുധാകരൻ താൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള KC വേണുഗോപാലിന്റെ ശ്രമങ്ങൾ ഇന്നും ഫലം കണ്ടില്ല. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി വളരെ നേരം ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെങ്കിലും ആന്റോ ആന്റണിയാണ് സുധാകരനെ മാറ്റി വരുന്നതെങ്കിൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിന് ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്നുള്ള സന്ദേശമാണ് ഇവിടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകിയത്. കേവലം പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവിനെ സുധാകരന് പകരം കൊണ്ടുവരുന്നത് ആത്മഹത്യാപരമാണെന്നാണ് പല നേതാക്കളും പറയുന്നത്. മാത്രമല്ല, ആന്റോ ആന്റണിക്ക് ഈ പറയുന്നത് പോലെ കത്തോലിക്ക സഭയുടെ പിന്തുണയൊന്നുമില്ലത്രേ. താമരശ്ശേരി രൂപതയിലെ ബിഷപ്പ് മാത്രമാണ് ആന്റോ ആന്റണിയെ കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള 3 പ്രബല കത്തോലിക്ക രൂപതകൾ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ 3 കത്തോലിക്ക രൂപതകളും ആന്റോ ആന്റണിയോട് യാതൊരു താല്പര്യവുമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകൾ തങ്ങളുടെ പേരിൽ പറഞ്ഞ് ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണ്ടെന്നും അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ കോൺഗ്രസ് സ്വന്തമായി എടുത്തോളൂ, ഞങ്ങളുടെ തലയിൽ അത് കെട്ടിവെക്കേണ്ട എന്നുമാണ് 3 രൂപതകളുടെയും ബിഷപ്പുമാർ പറഞ്ഞതത്രേ. ചുരുക്കത്തിൽ ആന്റോ ആന്റണിക്ക് എവിടെ നിന്നും പിന്തുണ കിട്ടുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെട്ടിയിറക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്? അത് വേറെ ചില ബന്ധങ്ങളാണെന്നാണ് കോൺഗ്രസിലുള്ളവർ പറയുന്നത്. അതിൽ ഒരു NRI വ്യവസായിയുടെ ഇടപെടൽ വരെ ഉണ്ടത്രേ. ഏതായാലും ഇത്തരം ഇടപെടലുകളൊന്നും ഇനി കേരളത്തിലെ കോൺഗ്രസിൽ നടക്കില്ല എന്നും ആന്റോ ആന്റണിയെ പ്രസിഡന്റായി കൊണ്ടുവന്നാൽ പാർട്ടി നിർജീവമാകുമെന്നും നിശ്ചലമാകുമെന്നുമാണ് സീനിയർ നേതാക്കൾ എല്ലാവരും കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്. VD സതീശൻ മാത്രമാണ് ഈ ആന്റോ ആന്റണി വരണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, ആന്റോ ആന്റണി വന്നാൽ സതീശൻ പറയുന്നത് പോലെ കേട്ടു നടക്കുമെന്ന് ഭയക്കുന്ന നേതാക്കളെല്ലാം ആന്റോ ആന്റണിയുടെ വരവിനെ എതിർക്കുകയാണ്. പ്രത്യേകിച്ച് മലബാറിലും മധ്യ കേരളത്തിലുമൊന്നും ആന്റോ ആന്റണിക്ക് പാർട്ടി അംഗങ്ങൾക്കിടയിലോ പാർട്ടി നേതാക്കൾക്കിടയിലോ യാതൊരു സ്വാധീനവും ഇല്ലെന്ന് മാത്രമല്ല, കെ മുരളീധരൻ പറഞ്ഞ മതി ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ കോൺഗ്രസിൽ ഇല്ല എന്നതാണ് അവസ്ഥ. കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ മലബാർ മേഖലകളിൽ ആന്റോ ആന്റണി അറിയപ്പെടുന്ന നേതാവേ അല്ല. കെ സുധാകരനെ പോലെ ഒരു പാൻ കേരള ഫിഗറല്ല ആന്റോ ആന്റണി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ ഒരിക്കലും അദ്ദേഹത്തിന് നയിക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയനെ പോലെയും MP ഗോവിന്ദനെ പോലെയുള്ള നേതാക്കൾക്ക് എതിരെ നിന്ന് അവർക്ക് ഒത്ത എതിരാളിയായി മാറാൻ സുധാകരന് കഴിഞ്ഞുവെങ്കിൽ ആന്റോ ആന്റണിക്ക് അത് ഒട്ടും കഴിയില്ലെന്നാണ് ഈ നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആന്റോ ആന്റണിയുടെ വരവ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കെ സുധാകരനെ മാറ്റുന്ന കാര്യവും തൽക്കാലം ഹൈക്കമാൻഡ് മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തൽക്കാലം സുധാകരനെ മാറ്റണ്ട എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായാലും ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റാക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിൽ കലാപം ഉറപ്പെന്നാണ് നേതാക്കളെല്ലാവരും പറയുന്നത്.